എങ്ങനെയാണ് ഇതിൻ്റെ മുകൾക്ക് മൂപ്പര് കല്ലുന്തി കൊണ്ടുപോയി കയറ്റിയത് എനിക്കറിയില്ല. നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കുട കൊടുത്തിട്ടുണ്ട്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ എടുക്കണേ. അങ്ങനെ സത്യം പറഞ്ഞ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ഒരു ആയിരത്തല്ലൂര് മല, നാരായണത്ത് പ്രാന്തൻ്റെ മല. പക്ഷെ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. കിതക്കാണ് കയറിയിട്ട്. 350 സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 10-20 സ്റ്റെപ്പ് കയറിയിട്ടുള്ളൂ. അപ്പോൾ സ്കൂളിൽ 5ാം ക്ലാസ്സിലാണ് ഈ കഥ ഉണ്ടായിരുന്നത്. ആയിരത്തല്ലൂര് നാരായണത്ത് പ്രാന്തൻ ഒരു പാറയുടെ മുകൾക്ക്, ഒരു മലയുടെ മുകൾക്ക് കല്ലൊക്കെ ഉരുട്ടി കൊണ്ടുപോയി താഴത്തേക്ക് അത് ഉന്തിയിട്ട് കണ്ട് അവിടെ നീണ്ട് ചിറിക്കണേ. അപ്പോൾ ആ ഒരു മല കയറുക. എങ്ങനെയാണ് ഇതിൻ്റെ മുകൾക്ക് മൂപ്പര് കല്ലുന്തി കൊണ്ടുപോയി കയറ്റിയത് എനിക്കറിയില്ല. കാരണം നമ്മളൊരു 30 സ്റ്റെപ്പല്ല, ഒരു 50 സ്റ്റെപ്പ് കയറിയിട്ടുള്ളൂ. കിതക്കൽ തുടങ്ങി. പിന്നെ ഇതിൻ്റെ നാടിൻ്റെ തൊട്ടടുത്താട്ടോ. എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വന്നാൽ മതി. എൻ്റെ നാട്ടിൽ നിന്ന് 5 കിലോമീറ്റർ വന്നാൽ ഈ മല കാണാം. അപ്പോൾ 10, 25, 26 കൊല്ലങ്ങളുള്ള നമ്മളിത് കാണുന്നത്. സ്കൂളിൽ പഠിച്ച് പക്ഷെ കയറിയിട്ടില്ല ഇതുവരെ. അപ്പോൾ സംഭവം എൻ്റെ നാടിൻ്റെ തൊട്ടടുത്താണ്. 5 കിലോമീറ്റർ, ഒരു 4 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സംഭവം ഉള്ളത്. പക്ഷെ ഇതുവരെ കയറാൻ പറ്റിയില്ല. ഹൈന്ദവരുടെ പിന്നെ വിശ്വാസപരമായി ആചാരപരമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ്. പിന്നെ കണ്ടോ ഈ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം മേലെത്താൻ. അപ്പോൾ ഞങ്ങളിത് ചോദിച്ചിട്ടാണ് കയറുന്നത്, ചോദിക്കാതല്ല. അവരുടെ വീട്ടിൽ പോയി പൂർണ്ണ സമ്മതം വാങ്ങി കയറട്ടെ എന്ന് ചോദിച്ച് അനുവദിക്കപ്പെട്ട സമയത്താണ് കയറുന്നത്. സത്യം പറഞ്ഞാൽ ഈ മല കയറുന്നതിനേക്കാൾ രസമാണ് മലേൻ്റെ പകുതിയൊക്കെ എത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ. നല്ലൊരു വ്യൂ ആണ്, നല്ല രസമുണ്ട്. ഇപ്പോഴൊന്നും ആയിട്ടില്ല കേട്ടോ, ഇനി ഒരുപാട് കയറാനുണ്ട്. പകുതി ആയിട്ടില്ല എന്ന് തോന്നണേ. എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസാണ്. പിന്നെ ഓൾറെഡി നമ്മൾ ഇതിനേക്കാൾ വലിയ മല കയറിയതാണ് ജീവിതത്തിൽ. അതായത് നമുക്ക് ഏർവാടിക്ക് പോകുമ്പോൾ സിക്കന്ദർ മല ഉണ്ടല്ലോ, അത് ഇതിനേക്കാൾ ദൂരമുണ്ട്, സ്റ്റെപ്പുകളും ഉണ്ട്. ഇപ്പോൾ ഒരു വിഷയമല്ല. പിന്നെ കാണാത്തൊരു സംഭവം കാണുക എന്നുള്ള ഒരു ആവേശത്തിൽ വന്നതാണ്. ഇത് ഈ മല പകുതി കയറിയപ്പോൾ കാണുന്നൊരു വ്യൂ ആട്ടോ. താഴത്തേക്ക് പകുതി കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു നമ്മൾ റോഡൊക്കെ പോകണത് വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടാവില്ല. നല്ല രസമുള്ള സ്ഥലമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണേ. പക്ഷെ മഴ നമുക്കൊരു പ്രശ്നമല്ല, അങ്ങനെ വീഡിയോ എടുക്കണേ. അപ്പോൾ നേരത്തെ ആ ഉണ്ടായിരുന്ന സ്റ്റെപ്പുകൾ കഴിഞ്ഞു. അതായത് നല്ലതുപോലെ പടുത്തുണ്ടാക്കിയ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു. ഇനി കട്ടൊക്കെ വെച്ച് ഉണ്ടാക്കിയ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റെപ്പുകളാണ്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കാണ്ട് പറഞ്ഞ മാതിരി സൂക്ഷിച്ച് കയറിയാൽ മേലെത്താം. പിന്നെയും പറഞ്ഞത് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് കയറണം. ഞങ്ങൾ ചോദിച്ചിട്ടാണ് കയറിയത്. പൂർണ്ണ സമ്മതം വാങ്ങിയിട്ട് ഇവിടേക്ക് പ്രവേശനാനുമതി കിട്ടുന്നൊരു സമയത്താണ് ഞങ്ങൾ കയറുന്നത്. അപ്പോൾ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ
എത്തിക്കൊണ്ടിരിക്കുകയാണ്. കിതച്ച് ഒരു വീതം ഇവിടെ എത്തി. അതാ ആ ഭാഗത്താണ് നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കയറി വരുന്നൊരു വ്യൂ ആണ്. അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്കൊന്ന് വീഡിയോ എടുക്കണം. അങ്ങനെ മുകളിലെത്തി. ഇപ്പോൾ നമ്മൾ പ്രതിമേൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ഏരിയയാണ്. ഏരിയ മീൻസ് അവരുടെ വിശ്വാസപരമായ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അവരുടെ ഒരു അധീനതയിലാണ് ഇവിടെ എന്നാണ് മനസ്സിലായത്. ഞങ്ങൾ സമ്മതം ചോദിച്ചതൊക്കെ അവരുടെ കുറച്ച് കാര്യപ്പെട്ട ആളുകളോടിരുന്ന്. നമ്മൾ ഇങ്ങോട്ട് വരാനും കാരണം എന്താ വെച്ചാൽ 5ാം ക്ലാസ്സിലാണ് മലയാളം സെക്കൻഡിൽ ഈ പാടുണ്ട്. നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നൊന്നും നമുക്കറിയില്ല ഇത് നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലമാണെന്ന്. ഞാൻ പറയില്ല, ഏകദേശം 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലമുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന്. രായിരുന്നെല്ലൂർ എന്ന് പറയും. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത് ഞാനൊക്കെ. അപ്പം അന്ന് നമുക്കറിയില്ല ഇത് ഇത്ര അടുത്തുള്ള സ്ഥലമാണെന്ന്. പിന്നെയാണ് ഇത് മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ താഴത്തു കൂടെയുള്ള റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഈ പ്രതിമ നമുക്കിങ്ങനെ കാണാൻ പറ്റും താഴത്തുനിന്ന്. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് ഇത്ര അടുത്തുള്ള. അപ്പോൾ ഒരു 10-25 കൊല്ലമായി ഏകദേശം കയറണം എന്ന് വിചാരിച്ച്. പക്ഷെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല വർഷത്തിൽ ഒരു ദിവസം മലകയറ്റം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹൈന്ദവ വിശ്വാസികളുടെ ആചാരപ്രകാരമുള്ള വലിയ സംഭവമായിട്ടൊരു പരിപാടി നടക്കലുണ്ട്. അന്ന് നമ്മൾ വന്ന് കയറുന്നത് പ്രായോഗികമല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കയറിയതിൻ്റെ ഉദ്ദേശം ചരിത്രപരമായി, അതായത് ലോക പ്രശസ്തി നേടിയൊരു സ്ഥലമാണ്. ഈ ഒരു പ്രതിമയും നാരായണത്ത് ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞാൽ ലോക പ്രശസ്തമായി വളരെ പ്രധാനപ്പെട്ട സ്ഥലം. അതുകൊണ്ട് നമ്മളൊന്ന് സന്ദർശിക്കുക. എൻ്റെ ചാനലിലുള്ള ആളുകൾക്ക് എൻ്റെ വീടിൻ്റെ അത്രയും തൊട്ടടുത്തുള്ളൊരു സ്ഥലം കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇതാണ് പ്രതിമ. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴേ നല്ലൊരു വ്യൂ ആണ് സംഭവം. ഞാൻ ആദ്യമായിട്ട് വരികയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒരു എക്സൈറ്റ്മെൻറ്റ്, അങ്ങനെ തന്നെയല്ല പറയാം. അപ്പോൾ ഈ താഴത്തു കൂടെ കാണുന്നത്, അതായത് ഈ പ്രതിമൻ്റെ മുൻവശത്തേക്ക്, അതായത് കിഴക്ക് ഭാഗമാണെന്നാണ് എൻ്റെ ഓർമ്മ. കിഴക്ക് ഭാഗത്ത് കാണുന്നത് പട്ടാമ്പി വളാഞ്ചേരി റൂട്ടാണ്. റോഡ് താഴത്ത് കാണാം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വളാഞ്ചേരിയാണ് വരുന്നത്. ഇങ്ങോട്ട് കിഴക്ക് ഭാഗത്തേക്ക് കൊപ്പം, പട്ടാമ്പി, ചെർപ്പളശ്ശേരി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ പ്രതിമൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രതിമയുടെ വലത് സൈഡിലൂടെയാണ് റോഡ് പോകുന്നത്. അപ്പോൾ ഈ താഴത്ത് കാണുന്ന ഈ ഒരു ദൃശ്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നല്ല കുറച്ച് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയ തടസ്സം ഉണ്ടെങ്കിലും ആദ്യമായിട്ട് വന്നതല്ലേ, ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അതാണ്. നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കുടയെ കൊടുത്തിട്ടുള്ളൂ. ഒപ്പം വേണം 2 ആളുകളും കുട എടുത്തിട്ടില്ല. അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു മണ്ടെങ്കിൽ വെൽക്കമിങ് കടക്കാറുന്ന മാതിരി ഒരു കുടയാണ്. നനഞ്ഞാൽ കുഴപ്പമില്ല. ഭ്രാന്തരകപ്പെട്ട ഭർത്തൻ ഭ്രാന്തരാൽ അറിഞ്ഞു മുഴുഭ്രാന്തനും 1000 അർത്ഥമതേകും പ്രയത്നം മുഴുഭ്രാന്തന് ചെയ്തികളായി ചമച്ചു മുമ്പിൽ പാറയായി കാത്തു നിൽക്കും ഒരു മധ്യലോകത്തിന്റെ ജന്മത്തിനായി.
ഒരു കുട ഉള്ളൂ. അങ്ങനെ 3 ആൾ കൂടി ഒരു കുടയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. തല മാത്രം നനഞ്ഞിട്ടില്ല, ബാക്കി ഫുള്ള് നനഞ്ഞ്. ഏതായാലും പ്രാന്തനൊക്കെ കണ്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ സ്കൂളിൽ പഠിച്ച സംഭവമാണ് അങ്ങനെ കാണാം. ഇപ്പോൾ അത് സ്കൂളിലില്ലല്ലോ, ഇപ്പോൾ സ്കൂളിലില്ല. 5ാം ക്ലാസ്സിലെ സെക്കൻഡ് മലയാളം സെക്കൻഡിലെ കഥയായിരുന്നു. അതേമാതിരി 10ാം ക്ലാസ്സിൽ പാത്തുമ്മാൻ്റെ അടവ് ഇപ്പം ഇല്ല, ഇപ്പോൾ ബിന്യാമീൻ്റെ ആട് ജീവിതമാണ്. അങ്ങനെ കുറേ സംഭവം മാറ്റിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പൊതുവേ ഇത് അറിഞ്ഞോളണമെന്നില്ല. നമ്മളൊക്കെ 5ൽ പഠിക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ ഈ മലയാണ് ഒരു പാറ അങ്ങനെ ഉന്തി കയറ്റിയിട്ട് മേലെ കൊടുന്നിട്ട് അത് താഴത്തേക്ക് ഉരുട്ടി വിട്ട് കൈയൊട്ടിച്ചെറിക്കുക. അങ്ങനെയാണ് പ്രാന്തൻ ആളുകൾ വിളി തുടങ്ങിയതെന്ന് മനസ്സിലായത്. പക്ഷേ ഓരോ മനുഷ്യന്മാർ എന്ത് ചെയ്യുമ്പോഴും ആ ചെയ്യണതിൽ ആ മനുഷ്യന്മാർക്കൊരു ഒരു സംതൃപ്തി ഉണ്ടാവും. അങ്ങനെ ഒരു സംതൃപ്തി ആയിരിക്കും ഈ നാരായണത്ത് പ്രാന്തൻ എന്ന് പറഞ്ഞ ആളിതിൽ കണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും സംഗതി ചരിത്രപരമായി പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. കാരണം സ്കൂളിലെ പാഠപുസ്തകത്തിലൊക്കെ വന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ എണ്ണീറ്റാണ് ഇറങ്ങുന്നത്. താഴത്തെത്തുമ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളത് പറയും. അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയുള്ളൂ കേട്ടോ. സ്റ്റെപ്പ് അങ്ങോട്ടും കയറി ഇങ്ങോട്ടും ഇറങ്ങി 467 സ്റ്റെപ്പ്.